ഹായ് മക്കളെ. അപ്പോഴെല്ലാ മക്കൾക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ രാവിലെ ചായ ഒക്കെ കുടിച്ചോ? നമ്മളാണ് ചായ ഇട്ട് വെച്ചിട്ട് കുടിക്കാൻ പോവുകയാണ്. അപ്പോഴേ നമ്മൾ കാര്യം കാണിക്കുന്നത്, നമ്മൾ മേടിച്ച് ചെടിക്കകത്ത് ഒരു പുതിയ ഒരു പൂ പിടിച്ചേ. കണ്ട കണ്ട നല്ല അതോ അവിടെ പിടിച്ച് കണ്ട നല്ല വയലറ്റ് പൂ പിടിച്ചേ. അപ്പോൾ അത് കാണിച്ചതാ. കാപ്പി ഉണ്ടാക്കണം, ചായ കുടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കാം. എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ? കഴിച്ചോ? ചായയൊക്കെ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. നമുക്കൊരു കാര്യം, ഒരു പഴം കഴിക്കാം. ഒരു ഏത്തപ്പഴം നല്ല പഴുത്തിരിപ്പുണ്ട്. അപ്പം നമുക്ക് അത് തന്നെ കഴിക്കാം. അതൊക്കെ രാവിലെ കാപ്പി കുടിച്ചോ? നല്ല വിശപ്പുണ്ട്. ഏത്തപ്പഴം കഴിച്ച് തന്നിട്ട് അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മധുരം പഴത്തിന് കേട്ടോ. ഇപ്പം ഏത്തപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. നല്ല ചൂടുവെള്ളമാണ്. രാമച്ചട്ട് തിളപ്പിച്ചതാണ്. അപ്പോഴേ ഇനി നമുക്ക് കറി വെക്കാം. അപ്പം അമ്മ കപ്പ വാങ്ങിച്ചായിരുന്നേ. കപ്പ വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട്, നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്, പൊടിക്കൊഞ്ച്. അപ്പോൾ കുറച്ച് അമ്മ തീയൽ വെക്കാനും കുറച്ച് വറുക്കാനും അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൽ വെക്കാം. തേങ്ങ വറുത്തരച്ചാൽ തീയൽ വെക്കണം. അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് കുരുമുളക് പൊടി ഇട്ടതാണ്. തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീയൽ വെക്കാം. അപ്പോൾ ആ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് ഈ തേങ്ങ വറുത്തരച്ചപ്പോൾ ഇച്ചിരി ഒരു കുഞ്ഞി പുളി കഷ്ണം ഇട്ടായിരുന്നു. അതുകൊണ്ട് ഇനി പുളി വേണം. പുളി ഇടണ്ട, പുളിയും കൂടി ഇട്ട് അരച്ചത്. പിന്നെ നമ്മൾ ഇവിടെ പച്ചമുളക്, അങ്ങനെ ഇപ്പോൾ കാന്താരി മുളക് ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ളതുകൊണ്ട് നമ്മളപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാന്താരി മുളകും കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒരു തക്കാളികളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കൊഞ്ച് കൂടെ ഇട്ട് കൊടുക്കാം. കരി വെച്ചതിന് കൊഞ്ച് അതുകൂടെ ഇട്ട് കൊടുക്കും. പിന്നെ ഒരു സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിക്കുന്നതാണ് നമ്മൾ അതിടുന്നത്. ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പതച്ചിടും. കൊഞ്ചല്ലേ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട്. നമുക്ക് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ചെയ്യാമേ. നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല അങ്ങോട്ട് കിടന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ആണ്ടേ ഇതൊന്ന് വയൻ്റെ വിരട്ടി ഇവിടെ കിടന്നു. അപ്പോൾ നമ്മളെ കൊഞ്ചൊക്കെ കൊഞ്ചും തക്കാളിയും ഉള്ളിയും എല്ലാം തീയലിനുള്ള എല്ലാം നല്ല സൂപ്പറായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കണ്ട തീയലിന് വറുത്തരച്ച് വെച്ചത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആ മിക്സി ഒന്ന് കുറുക്കിയെടുക്കും. അരപ്പെല്ലാം ആണ്ടേ നമ്മുടെ അരപ്പ് വേണ്ട തീയലുള്ളത് നമ്മൾ ആണ്ടേ മിക്സി കലക്കിയെടുത്തതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം അടങ്ങി ഒഴിക്കുന്നുണ്ടേ. കണ്ട ഉപ്പിട്ടാലേ അതുണ്ട എല്ലാം റെഡിയായിട്ട് ഇനി ഇതിവിടെ കിടന്ന് അതിനകത്ത് തിളച്ച് ഉപ്പ് പോലെ ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. പുളിയെല്ലാം കറക്റ്റാണ്. നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഇപ്പോൾ പരലാണ് ഇടുന്നത്. അപ്പോൾ ഇത് തിളച്ച് കണ്ട എല്ലാം ചേർന്ന് പുളിയെല്ലാം ഉണ്ട് സൂപ്പറായിട്ട്. ഇനി തിളച്ച് കുറുകി വരട്ടെ. അപ്പോഴേ നമ്മൾ കറിയൊക്കെ വെച്ച് കൊഞ്ച് 5-6 എടുത്ത് വെച്ചിട്ടായിരുന്നു. അത് നമ്മൾ പൊരിച്ചിട്ടുണ്ടേ. കണ്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവാം.
ചോറിട്ടെ, ചൂട് ചോറാട്ടോ. ഇപ്പം ചോറിട്ട് നമുക്ക് കപ്പ നേരത്തെ കഴിച്ചതാണ്, അപ്പോൾ കുറച്ച് കപ്പ എടുക്കുന്നുള്ളേ. കപ്പ എടുത്ത് ഇനി നമുക്ക് കൊഞ്ചറി ഒഴിക്കാം. പിന്നെ അതെ കൊഞ്ച് വറുത്തത് അതും കൂടെ കുറച്ച് വെക്കാം. ഇതാണ് അമ്മയുടെ ഉച്ചരത്തെ ഊണ്. കണ്ടോ, ചോറ്, കപ്പ, കൊഞ്ച് തീയൽ, കൊഞ്ച് വറുത്തത്. അപ്പം ഞാൻ കഴിക്കട്ടെ, നിങ്ങളെല്ലാവരും കഴിച്ചല്ലേ? അപ്പം അമ്മ കഴിക്കാൻ പോവാം. മക്കളെ, ഇവിടെയൊക്കെ മഴ പെയ്തു, ഭയങ്കര മഴയായിരുന്നു. കറണ്ട് പോയി, ഇവിടെ ഒന്നും കറണ്ടില്ല. അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറും കറികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, ചോറുണ്ട്, തീയൽ നമ്മൾ പിന്നെ കണ്ട കൊഞ്ച് തീയൽ ചൂടാക്കി വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ഒന്നും കറണ്ടില്ല, മൊത്തത്തിൽ ഇരുട്ടാണ്. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.